നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കാനുള്ള നീക്കം നീട്ടിവെച്ചതായി അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 6 വരെ ഇറാനെതിരായ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കാനുള്ള നീക്കം നീട്ടിവെച്ചതായി അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 6 വരെ ഇറാനെതിരായ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഇറാൻ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. US സമയം ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണി വരെ ഇറാനിലെ പവർ പ്ലാന്റുകൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ആക്രമണം നിർത്തിവെക്കുന്നതായാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുകയാണെന്നും ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനിലെ ഊർജ്ജ മേഖലയെ പൂർണ്ണമായും തകർക്കുമെന്നും ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഉടനെ തന്നെ കാര്യങ്ങൾ ഗൗരവമായി കാണണം, വൈകിയാൽ പിന്നെ തിരിച്ചുപോക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നുണ്ടെങ്കിലും ചർച്ചകൾ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. പരാജയം സമ്മതിക്കാതെ ഇറാൻ. US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിൽ നരകതുല്യമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ്. അതേസമയം ഇറാൻ ഭരണകൂടം അമേരിക്കയുമായി ഒരു സമാധാന കരാറിലെത്താൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടം അമേരിക്കയുമായി ഒരു സമാധാന കരാറിലെത്താൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അത് തുറന്നു പറയാൻ അവർക്ക് ഭയമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുമായി സംഘടിപ്പിച്ച അത്താഴവിരുന്നിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം. ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ട്, അവർക്ക് ഒരു കരാർ അത്രമേൽ ആവശ്യമാണ്, പക്ഷേ അത് സമ്മതിക്കാൻ അവർക്ക് ഭയമാണ്. സ്വന്തം ജനത തന്നെ തങ്ങളെ വധിക്കുമെന്ന് അവർ കരുതുന്നുവെന്നും ട്രംപ് പറഞ്ഞു. കൂടാതെ അമേരിക്കൻ സൈനിക നടപടിയെയും അവർ ഭയക്കുന്നുണ്ടെന്നും ഞങ്ങൾ അവരെ കൊല്ലുമെന്നും അവർ ഭയപ്പെടുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമേലുള്ള സൈനിക നടപടി 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ ശേഷിയുടെ 3/2 ഭാഗവും തകർന്നതായി ട്രംപ് പറഞ്ഞു. ശത്രുരാജ്യം പൂർണ്ണമായി തകർക്കപ്പെട്ട നിലയിലാണെന്ന് ട്രംപ് ആവർത്തിച്ചു. എങ്കിലും ലോകത്തെ ആകെ കടൽമാർഗമുള്ള എണ്ണക്കടത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നത് ഒരു വസ്തുതയാണ്. അതേസമയം ഇറാൻ 15 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാനെ നരകതുല്യമാക്കുമെന്നും ട്രംപ് അറിയിച്ചു. എന്നാൽ ഇറാൻ ഈ 15 കരാറുകൾ അംഗീകരിക്കില്ലെന്നും മറുപടിയായി പ്രതികരിച്ചിരുന്നു. യുദ്ധത്തിനെതിരെ വീണ്ടും ലിയോ 14 പാപ്പ. പശ്ചിമേഷ്യൻ സമാധാനം പുലരണമെന്നും അടിയന്തര വെടിനിർത്തലിനും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. നിരപരാധികളായ ഇരകളുടെ ദുരിതം മനുഷ്യരാശിയെ വേദനിപ്പിക്കുന്നുവെന്നും പാപ്പ. മധ്യപൂർവേഷ്യയിലും മറ്റിടങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുഃഖം പങ്കുവച്ച് ലിയോ 14 പാപ്പ. തുടരുന്ന യുദ്ധവും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ദുരിതങ്ങളും മനുഷ്യകുലത്തിന് തന്നെ വലിയൊരു അപമാനമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. മാർച്ച് 22 ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ത്രിസന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. മേഖലയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന തന്റെ ആവശ്യം മാർപ്പാപ്പ വീണ്ടും ആവർത്തിച്ചു. മധ്യേഷ്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും തുടരുന്ന ആക്രമണങ്ങളിലും യുദ്ധങ്ങളിലും താൻ അങ്ങേയറ്റം ആശങ്കാകുലനാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. നിസ്സഹായരായ ഇത്രയധികം മനുഷ്യരുടെ ദുരിതങ്ങൾക്ക് മുന്നിൽ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല. ഈ സംഘർഷങ്ങൾ അവരെ മുറിപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ മുറിപ്പെടുത്തുന്നത് മാനവികതയെ ഒന്നടങ്കമാണ്. ഈ യുദ്ധങ്ങൾ വരുത്തിവെക്കുന്ന വേദനയും മരണവും കഷ്ടപ്പാടും മുഴുവൻ മനുഷ്യകുടുംബത്തിനും അപമാനവും ദൈവമുമ്പാകെയുള്ള ഒരു നിലവിളിയുമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. സമാധാനത്തിലേക്കുള്ള വഴി എത്രയും വേഗം തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതിനായി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണമെന്നും ലിയോ 14 പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. ശത്രുത അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. യുവാക്കളെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഹ്വാനം ചെയ്തു ലിയോ 14 പാപ്പ. ഏപ്രിൽ 26 ആചരിക്കുന്ന ദൈവവിളിക്കായുള്ള ലോക പ്രാർത്ഥനാ ദിന സന്ദേശത്തിലായിരുന്നു പാപ്പായുടെ വാക്കുകൾ. ഹൃദയത്തിനുള്ളിൽ ദൈവത്തിന്റെ വിളി കണ്ടെത്താൻ വിശ്വാസികളെ പരിശുദ്ധ പിതാവ് ക്ഷണിച്ചു. ദൈവവിളിക്കായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് ലിയോ 14 പാപ്പ പുറത്തിറക്കിയ ആത്മീയ സന്ദേശത്തിൽ വിശ്വാസികളെ, പ്രത്യേകിച്ച് യുവാക്കളെ, ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള വ്യക്തിപരമായ സംഗമമായി വിളിയെ വീണ്ടും കണ്ടെത്താൻ ക്ഷണിച്ചു. അത് വ്യക്തിക്കും സഭയ്ക്കും ഒരുപോലെ അളവറ്റ ഒരു ദാനമാണെന്ന് പാപ്പ വിശേഷിപ്പിച്ചു. 2026 ഏപ്രിൽ 26 ആചരിക്കുന്ന 63ാമത് ലോക പ്രാർത്ഥനാ ദിനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ സന്ദേശത്തിൽ ഗുഡ് ഷെപ്പേർഡ് സൺഡേ എന്നറിയപ്പെടുന്ന ഈ ദിവസം ദൈവത്തിന്റെ വിളിയെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കണ്ടെത്താനുള്ള ഒരു ക്ഷണമായി കാണണമെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ നല്ല ഇടയനായി ചിത്രീകരിക്കുന്ന ദൃശ്യത്തെ അടിസ്ഥാനമാക്കി യേശു ഓരോരുത്തരെയും പേര് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. അവനെ പിന്തുടരുമ്പോഴാണ് ജീവിതത്തിന്റെ അർത്ഥം, സൗന്ദര്യം കണ്ടെത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് യുവാക്കളെ ഈ വിളിയെ ശ്രദ്ധാപൂർവ്വം കേൾക്കാനും ദൈവത്തിന്റെ പദ്ധതി നിറവിലും
സന്തോഷത്തിലും എത്തിക്കുന്നതാണെന്ന് വിശ്വസിക്കുവാനും പാപ്പ പ്രോത്സാഹിപ്പിച്ചു. തങ്ങളുടെ വിളിയെ തിരിച്ചറിയുന്നവരെ പിന്തുണയ്ക്കുവാനും കൂട്ടുനിൽക്കുവാനും ക്രിസ്തീയ സമൂഹങ്ങൾ സജീവമാണെന്നും ലെയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. വിശ്വാസം വളരാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും കഴിയുന്ന ഇടങ്ങൾ സൃഷ്ടിക്കണമെന്നും പാപ്പ നിർദ്ദേശിച്ചു. പൗരോഹിത്യം, സമർപ്പിത ജീവിതം അല്ലെങ്കിൽ അൽമായ ജീവിതം എന്തു തന്നെയായാലും എല്ലാ വിളികളും സഭയുടെ ദൗത്യത്തിന്റെ അനിവാര്യ പ്രകടനങ്ങളാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിളി തിരിച്ചറിയാൻ അനിശ്ചിതത്വം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ദൈവം ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന സത്യത്തെ ഈ സന്ദേശം ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തോടെ ആ വിളിക്ക് മറുപടി പറയുന്നവർക്ക് ക്രിസ്തുവിൽ സൗന്ദര്യവും ലക്ഷ്യവും സ്ഥിരതയും പ്രത്യാശയും നിറഞ്ഞ ഒരു ജീവിതപാത കണ്ടെത്താനാകുമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. ആത്മീയ വിളവെടുപ്പിനായി ഇറാൻ പാകമായിരിക്കുന്നുവെന്ന മുൻ ഇറാനിയൻ വനിതയുടെ വാക്കുകൾ തരംഗമാകുന്നു. യേശുവിനെ അനുഗമിച്ചതിന് ഇറാൻ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിച്ച മറിയം റോസ്റ്റംപൂർ കെല്ലറിൻ്റേതാണ് ഈ വാക്കുകൾ. ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തകർച്ച മിഡിൽ ഈസ്റ്റുകൾക്കുടനീളം ഒരു ആത്മീയ ഉണർവ് സൃഷ്ടിക്കുമെന്നും മറിയം കെല്ലർ വിശ്വസിക്കുന്നു. ഇസ്രായേൽ US സൈനിക ആക്രമണങ്ങൾ ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെയും അതിന്റെ ആണവശേഷിയെയും തകർക്കുമ്പോൾ മതം മാറ്റക്കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത ഒരു ഇറാനിയൻ സ്ത്രീ വിശ്വസിക്കുന്നത് തന്റെ നാട്ടുകാർ ഉടൻ തന്നെ ക്രിസ്തീയതയിലേക്ക് കടന്നുവരുമെന്നും മിഡിൽ ഈസ്റ്റിലുടനീളം ഒരു ആത്മീയ ഉണർവ് സൃഷ്ടിക്കുമെന്നുമാണ്. 2009 ക്രൂരമായ ഇസ്ലാമിക ഭരണകൂടത്താൽ തടവിലാക്കപ്പെട്ട മറിയം റോസ്റ്റംപൂർ കെല്ലർ വിശ്വസിക്കുന്നത് ഇറാനിൽ വലിയ വിശ്വാസ പുനരുജ്ജീവനം ഉണ്ടാകാൻ പോകുന്നുവെന്ന് തന്നെയാണ്. ഇറാനിലെ ഒരു ക്രിസ്ത്യൻ ഹൗസ് ചർച്ച് നേതാവായിരുന്ന മറിയം കെല്ലർ ഇന്ന് ഒരു US പൗരയാണ്. തന്റെ മുൻ മാതൃരാജ്യമായ ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മതഭ്രാന്തരായ മതനേതാക്കളുടെ പതനത്തോടെ മോചിതമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇറാനിലെ 4 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ സുവിശേഷവൽക്കരണത്തിലും പരിശുദ്ധ ബൈബിളിന്റെ വിതരണ സമയങ്ങളിലും കണ്ടുമുട്ടിയ സഹ ഇറാനികളിൽ നിന്ന് തനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂവെന്ന് റോസ്റ്റംപൂർ കെല്ലർ പറയുന്നു. യേശുക്രിസ്തുവിനെ സ്വപ്നത്തിൽ കണ്ടവരും ദർശനങ്ങൾ ലഭിച്ചവരും ആത്മീയ സത്യങ്ങളിലേക്കും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങളിലേക്കും മനസ്സ് തുറന്നവരുമാണ് ഇവരിൽ പലരും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ അവരോടൊപ്പം പ്രാർത്ഥനയിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് കരുതുന്നതായി ഇറാനു വേണ്ടിയുള്ള ഒരു ദേശീയ പ്രാർത്ഥനാ ആഹ്വാനത്തിനിടെ റോസ്റ്റംപൂർ കെല്ലർ പറഞ്ഞു. ഇറാനിലും അതിനപ്പുറത്തും ഒരു ആത്മീയ ഉണർവിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഭരണകൂടത്തിന്റെ പതനമെന്ന് അവർ വിശ്വസിക്കുന്നു. ക്രൈസ്തവ പ്രേക്ഷിതർക്ക് ആത്മീയ വിളവെടുപ്പിനായി ഇറാൻ പാകമായിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രത്യാശ ദൈവം തനിക്ക് കാണിക്കുന്നതായി റോസ്റ്റംപൂർ കെല്ലർ വിവരിച്ചു. ഭരണം തകർന്നു കഴിഞ്ഞാൽ ഇറാനിലേക്ക് പോയി യേശുവിനെ ജനങ്ങളുമായി പങ്കിടാൻ തയ്യാറായി ധാരാളം ക്രിസ്ത്യാനികളെ നമുക്ക് ആവശ്യമാണെന്നും മറിയം റോസ്റ്റംപൂർ കെല്ലർ പങ്കുവച്ചു. സ്കാല സാന്ത അത്ര സുപരിചിതമല്ലാത്ത പദം, എന്നാൽ വിശുദ്ധ പടവുകൾ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഈശോയുടെ രക്തം പുരണ്ട പാദസ്പർശമേറ്റ വിശുദ്ധ നടകൾ. കൂടുതൽ അറിയാം ജീവൻ തുടിക്കുന്ന സ്കാല സാന്ത തിരുശേഷിപ്പിനെ കുറിച്ച്. ഈശോയുടെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പതിഞ്ഞ പുണ്യ നടകൾ. മരണത്തിന്മേൽ ജയം നേടാൻ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട നമ്മുടെ കർത്താവ് നിന്ദനങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും നിന്ദനമേറ്റും രക്തം ചിന്തിയും നടന്നു കയറിയ സഹനത്തിന്റെ പടികൾ. സ്കാല സാന്ത വിശുദ്ധ പടവുകൾ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഈശോയുടെ വിചാരണാ സമയത്ത് അവിടുന്ന് ചവിട്ടിക്കയറിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലെ മാർബിൾ പടവുകളുടെ തിരുശേഷിപ്പുകൾ ഉൾപ്പെടുത്തി തടികൊണ്ട് പാകിയ പടവുകളാണ് ഇവ. രക്ഷാകര ചരിത്രത്തിന്റെ പുണ്യസ്മരണകൾ ഉണർത്തുന്ന ഈ പടികൾ പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്ത് ക്രൈസ്തവരുടെ വികാരമാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിർമ്മിച്ച റോമിലെ ആദ്യത്തെ ദേവാലയമായ സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയ്ക്ക് സമീപത്ത് തന്നെയാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാരുടെ വാസസ്ഥലമായിരുന്ന സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ മാർപ്പാപ്പമാരുടെ സ്വകാര്യ ചാപ്പലിന് മുന്നിലായാണ് ഇവ ഒരുക്കിയത്. ഇപ്പോഴും ഈ പടവുകൾ കയറി ചെല്ലുന്നത് മാർപ്പാപ്പമാർ ഉപയോഗിച്ചിരുന്ന ചാപ്പലിലേക്ക് തന്നെയാണ്. ഇവ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി AD 335 ജെറുസലേമിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് ചരിത്രം പറയുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിക്സ്റ്റസ് 5ാമൻ പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിലെ സ്കാല സാന്ത സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് യേശുവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേരാൻ 28 പടികളുള്ള സ്കാല സാന്ത മുട്ടിന്മേൽ ഇഴഞ്ഞ് കയറാറുള്ളത്.
പിയൂസ് 9 പാപ്പയും 1770 ഈ പടികൾ മുട്ടിന്മേൽ ഇഴഞ്ഞു കയറിയിരുന്നു. വിശുദ്ധ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും സ്വീകരിച്ചതിനു ശേഷം ഈ പടികൾ യേശുവിന്റെ സഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് മുട്ടിന്മേൽ ഇഴഞ്ഞു കയറുന്നവർക്ക് 1908 പിയൂസ് 10 പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന ഈ വിശുദ്ധ പടവുകൾ ക്രൈസ്തവർക്ക് രക്ഷാകര ചരിത്രത്തിന്റെ ജീവൻ തുടിക്കുന്ന ഒരു തിരുശേഷിപ്പ് കൂടിയാണ്. ഈശോയുടെ തിരുക്കല്ലറ ദേവാലയം യുദ്ധത്തിനിടയിലും പ്രാർത്ഥനയുടെ ഭവനമായി തുടരുന്നു. തിരുക്കല്ലറ ദേവാലയം അടച്ചു എന്ന പ്രചരണങ്ങൾക്ക് വ്യക്തത നൽകി വിശുദ്ധ നാടിന്റെ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ സന്യാസികൾ. വിശ്വാസികൾക്ക് പ്രവേശനം നിയന്ത്രണമുണ്ടെങ്കിലും ശുശ്രൂഷകൾ തുടരുന്നു. ശാന്തിക്കും ഐക്യത്തിനുമായി ലോകത്തോടുള്ള സഭയുടെ പ്രാർത്ഥനാ ആഹ്വാനം പ്രസ്താവനയിൽ ആവർത്തിച്ചു. വിശുദ്ധ നാട്ടിൽ സംഘർഷം ശക്തമാകുന്നതിനിടെ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായ ഈശോയുടെ തിരുക്കല്ലറ ദേവാലയം സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കി വിശുദ്ധ നാടിന്റെ ചുമതല വഹിക്കുന്ന ഫ്രാൻസിസ്കൻ സന്യാസികൾ. ഈശോയുടെ തിരുക്കല്ലറ ദേവാലയം അടച്ചുവെന്ന സമീപകാല റിപ്പോർട്ടുകൾക്ക് മറുപടിയായി ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്തർ അവരുടെ ദൗത്യം ഒരിക്കലും നിർത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. ദൈനംദിന ശുശ്രൂഷകളും പ്രാർത്ഥനകളും പ്രദക്ഷിണങ്ങളും തുടങ്ങി വിശുദ്ധ നാടിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഓരോ അനുഷ്ഠാനങ്ങളും മാറ്റമില്ലാതെ തുടരുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ വിശ്വാസികൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുമ്പോഴും ദേവാലയം ഇപ്പോഴും സജീവമായ ആരാധനാ കേന്ദ്രമായി തുടരുന്നുവെന്നും കസ്റ്റോഡിയൻസ് അറിയിച്ചു. നിരന്തര സംഘർഷങ്ങളുടെ മധ്യത്തിലും വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ നിരന്തരം തുടരുകയാണെന്നും ക്രിസ്തുവിന്റെ പീഡാനുഭവം ഉയർപ്പും സാക്ഷ്യം വഹിക്കുന്ന ഈ ഭൂമിയിലെ നൂറ്റാണ്ടുകളായുള്ള സാന്നിധ്യം ലോകത്തിനാകെ പ്രത്യാശയുടെ അടയാളമാണെന്നും കസ്റ്റഡി ചൂണ്ടിക്കാട്ടി. അടുത്തുവരുന്ന വിശുദ്ധവാര ആഘോഷങ്ങൾ എങ്ങനെ നടക്കുമെന്നത് ഇതുവരെ വ്യക്തമല്ല. അധികാരികളും സഭാ നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. അന്തിമ തീരുമാനം ഔദ്യോഗികമായി പിന്നീട് അറിയിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. 2026 മാർച്ച് 21 ജെറുസലേം നഗരത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ യുദ്ധവും അക്രമവും അവസാനിക്കുവാനും സംവാദവും ഐക്യവും നീതിയുക്തമായ സമാധാനവും നിലനിൽക്കുവാനും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഹൃദയസ്പർശിയായ ആഹ്വാനം ഉയർത്തുന്നു. അനിശ്ചിതത്വത്തിനിടയിലും പ്രാർത്ഥന തുടരുന്നുവെന്ന സന്ദേശം ലോക ക്രൈസ്തവർക്കുള്ള പ്രത്യാശയായി മാറുകയാണ്. ഭീകരത നിറഞ്ഞ അന്തരീക്ഷം, ക്രൂരപീഡനങ്ങൾക്ക് നടുവിൽ ചെലവഴിക്കേണ്ടി വന്ന 138 ദിവസങ്ങൾ. പ്രാർത്ഥിക്കാൻ മുതിർന്നപ്പോഴെല്ലാം ക്രൈസ്തവരുടെ ദൈവം എന്നൊന്നില്ല എന്ന ആക്രോശം. നൈജീരിയയിലെ കടുനയിൽ ഫുലാനി തീവ്രവാദികളുടെ പിടിയിലകപ്പെട്ട 14 വയസ്സുകാരുടെ ജീവിതം മിഴി നിറയ്ക്കുന്നു. കൊടും വനം, ഭീകരത നിറഞ്ഞ അന്തരീക്ഷം, ക്രൂരപീഡനങ്ങൾക്ക് നടുവിൽ യൂനിസ് ഒബാദിയ എന്ന 14 വയസ്സുകാരിയായ ക്രൈസ്തവ പെൺകുട്ടിക്ക് ചിലവഴിക്കേണ്ടി വന്നത് 138 ദിനങ്ങൾ. യാതനകളുടെ കണ്ണുനീർ ദിനങ്ങളെ അതിജീവിച്ചെത്തിയിട്ടും അവൾ പറയുന്നത് പോലെ ഒരു ക്യാമ്പ് രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് നൈജീരിയൻ ഭരണകൂടം. 2025 ഒക്ടോബർ 23 കടുന സംസ്ഥാനത്തെ കജുരു കൗണ്ടിയിലെ റെമൌ ഗ്രാമത്തിലുള്ള യൂനിസിന്റെ വീട്ടിൽ നിന്ന് ആയുധധാരികളായ ഫുലാനി എത്നിക് മിലിഷ്യ തീവ്രവാദികൾ തോക്കിൻ മുനയിൽ നിർത്തി യൂനിസ് ഒബാദിയയെയും അമ്മ മാർത്തയെയും വലിച്ചിഴച്ച് റിജാന വനത്തിലെ ക്യാമ്പിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. നീണ്ട 5 മാസത്തെ അവരുടെ ദുരിത ജീവിതം അവിടെ ആരംഭിക്കുകയായിരുന്നു. ക്യാമ്പിനുള്ളിൽ യൂനിസിന്റെ കൈത്തണ്ടയിലും 2 കാലുകളിലും ചങ്ങലയിട്ട് ബന്ധിച്ചു. അനുവാദമില്ലാതെ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. ദിവസവും ഷൂവിന്റെ ബൂട്ടുകൊണ്ടും മുഷ്ടികൊണ്ടും തോക്കുപയോഗിച്ചുമുള്ള നിഷ്ഠൂര മർദ്ദനം. ക്യാമ്പിലെ മറ്റ് ബന്ദികളെ പോലെ അവൾക്കും ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം നൽകി. ടോയ്ലറ്റ് ഉപയോഗം നിഷേധിച്ചു. ക്യാമ്പിലെ ക്രൈസ്തവരായ യുവാക്കളെ വെടിവെച്ച് കൊല്ലുന്നത് അവൾ കൺമുൻപിൽ കണ്ടു. പെൺകുട്ടികളെ നിർഭയം വലിച്ചിഴച്ച് പീഡിപ്പിക്കുന്നതിന് അവൾ മൂകസാക്ഷിയാകേണ്ടി വന്നു. കടുത്ത പീഡനങ്ങൾക്കിടയിൽ ആശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർ ഞങ്ങളെ കൂടുതൽ മർദ്ദിക്കുകയും ക്രൈസ്തവരുടെ ദൈവം എന്നൊന്നില്ല എന്ന് ആക്രോശിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്തതായി അമ്മ മാർത്ത ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു. ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട അവർ ഇന്ന് കടുന ആശുപത്രിയിൽ ചികിത്സയുടെ ബില്ലടയ്ക്കാനാകാതെ വലയുകയാണ്. കടുത്ത പീഡനവും പട്ടിണിയും യൂനിസിന്റെ ശരീരം അസ്ഥികൂട സമമാക്കി. കോളർ ബോണുകൾ തള്ളി നിൽക്കുന്നു. കൈകൾ തളർന്നിരിക്കുന്നു. കണ്ണുകൾ വാടിയ മുഖത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. മാർത്തയും ഒരുപോലെ തകർന്ന അവസ്ഥ. 5 മാസത്തെ പട്ടിണി മൂലം മാംസം നഷ്ടപ്പെട്ട ശരീരം. ഛർദിക്കാതെ ഒരു പൂർണ്ണ ഭക്ഷണം കഴിക്കാൻ ഇരുവർക്കും കഴിയില്ല. പരസഹായമില്ലാതെ നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇത്രയേറെ പീഡനങ്ങളേൽക്കുവാൻ അവർ ചെയ്ത തെറ്റ് അവർ ക്രിസ്തു വിശ്വാസത്തിൽ കഴിയുന്നു എന്നതാണ്. ഇതുപോലുള്ള ഒട്ടനവധി യൂനിസുമാർ നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. 2025 ആദ്യ 220 ദിവസങ്ങളിൽ
മാത്രം നൈജീരിയയിലുടനീളം കുറഞ്ഞത് 7087 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. പ്രതിദിനം 32 പേർ വീതം. കൂടാതെ 7899 പേർ വിശ്വാസത്തിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടു. ഓപ്പൺ ഡോഴ്സിന്റെ 2026 വേൾഡ് വാച്ച് ലിസ്റ്റിൽ ക്രൈസ്തവർക്ക് ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയ ആഗോളതലത്തിൽ 7ാം സ്ഥാനത്താണ്. എന്നിട്ടും ഇപ്പോഴും രാജ്യത്ത് ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നടക്കുന്നില്ല എന്ന നിലപാടിൽ നിന്ന് മാറാതെ നൈജീരിയൻ ഭരണകൂടം നിലകൊള്ളുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക മാധ്യമ ശൃംഖല സ്ഥാപിച്ച മദർ ആഞ്ചലിക്കായുടെ വേർപാടിന് 1 പതിറ്റാണ്ട് തികയുന്ന വേളയിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ച് EWTN ഗ്ലോബൽ കാത്തലിക് നെറ്റ്വർക്ക്. മദറിന്റെ വിശ്വാസ ജീവിതത്തെയും മാധ്യമ നവീകരണത്തെയും അനുസ്മരിക്കുന്ന പരിപാടികൾ വത്തിക്കാനിൽ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക മാധ്യമ ശൃംഖല സ്ഥാപിച്ച മദർ ആഞ്ചലിക്കയുടെ വേർപാടിന് 1 പതിറ്റാണ്ട് തികയുന്ന വേളയിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ച് EWTN ഗ്ലോബൽ കാത്തലിക് നെറ്റ്വർക്ക്. മദറിന്റെ വിശ്വാസ ജീവിതത്തെയും മാധ്യമ നവീകരണത്തെയും അനുസ്മരിക്കുന്ന പരിപാടികൾ വത്തിക്കാനിൽ നടന്നു. 1923 ജനിച്ച മദർ ആഞ്ചലിക്ക ഒഹയോയിലെ സിസ്റ്റർ മേരി ആഞ്ചലിക്ക ഓഫ് ദി അനോൺസിയേഷൻ മഠത്തിൽ പ്രവേശിച്ച് സന്യസ്ത ജീവിതം ആരംഭിച്ചു. പിന്നീട് അലബാമയിലെ ഇറണ്ടേലിലുള്ള അവർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് പുവർ ക്ലാരിസ് ഓഫ് പെർപച്വൽ അഡോറേഷന്റെ ആശ്രമം സ്ഥാപിച്ചു. അവിടെ നിന്ന് 1981 എറ്റേണൽ വേർഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് അഥവാ EWTN ആരംഭിച്ചു. ആശ്രമത്തിന്റെ ഗാരേജിൽ നിർമ്മിച്ച ഒരു ചെറിയ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ നിന്നാണ് EWTNന്റെ ആരംഭം. ഒരു ചെറിയ പ്രാദേശിക പ്രക്ഷേപണ ശ്രമമായി ആരംഭിച്ച ടെലിവിഷൻ പിന്നീട് റേഡിയോ, പ്രസിദ്ധീകരണം, പ്രിന്റ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുടനീളം വ്യാപിച്ചു. EWTN ഇന്ന് 11 ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിപ്പിക്കുന്നു. 24 മണിക്കൂറും നിരവധി ഭാഷകളിലായി പ്രക്ഷേപണം ചെയ്യുന്നു. 160-ലധികം രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും പ്രേക്ഷകരിലേക്ക് ഇത് എത്തിച്ചേരുന്നു. ലോകമെമ്പാടുമുള്ള 100 AM FM റേഡിയോ അഫിലിയേറ്റുകൾ, സാറ്റലൈറ്റ് റേഡിയോ സേവനങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന കത്തോലിക്ക വെബ്സൈറ്റുകളിലൊന്നായി EWTN മാറിക്കഴിഞ്ഞു. 2016 മാർച്ച് 27 ഒരു ഈസ്റ്റർ ഞായറാഴ്ച തന്റെ 92ാം വയസ്സിലാണ് മദർ ആഞ്ചലിക്ക ഇഹലോകവാസം വെടിഞ്ഞത്. ആദ്യ വർഷങ്ങളിൽ മദർ ആഞ്ചലിക്കയും സഹസഹോദരിമാരും സുവിശേഷവത്കരണ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണം നടത്തിയിരുന്നത് മത്സ്യബന്ധനത്തിനായുള്ള ലൂറുകൾ, വറുത്ത നിലക്കടല എന്നിവയുടെ വിപണനത്തിലൂടെയായിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി EWTN അതിന്റെ ആഗോള സാന്നിധ്യം വികസിപ്പിക്കുകയും ടെലിവിഷൻ, റേഡിയോ പ്രോഗ്രാമിംഗിനൊപ്പം ബഹുഭാഷാ വാർത്താ സേവനമായ EWTN ന്യൂസ് സ്ഥാപിക്കുകയും ചെയ്തു. നാഷണൽ റിവ്യൂവിലെ എഡിറ്ററായ കാതറിൻ ജീൻ ലോപ്പസ് മദർ ആഞ്ചലിക്കയെ സന്തോഷവും പ്രചോദനവും അമേരിക്കയ്ക്കും ലോകമെമ്പാടുമുള്ള ഒരു സമ്മാനമെന്നുമാണ് വിശേഷിപ്പിച്ചത്. 2025 മാർച്ച് 27 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ രാവിലെ 11 മണിക്ക് ഫാദർ മൈക്കൽ ബാഗോട്ട് അർപ്പിച്ച അനുസ്മരണ ദിവ്യബലിക്ക് പുറമെ റിമംബറിംഗ് മദർ ആഞ്ചലിക്ക 10 years later എന്ന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. മരണം വരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും ജർമ്മൻ സൈന്യത്തിൽ നിന്ന് ജൂതർക്ക് അഭയം നൽകി സംരക്ഷിച്ചവരെ അനുസ്മരിച്ച് പോളണ്ട്. ജർമ്മൻ അധിനിവേശത്തിൽ നിന്ന് ജൂതന്മാരെ രക്ഷിച്ച് പോളണ്ടുകാരുടെ ദേശീയ ഓർമ്മ ദിനമാണ് മാർച്ച് 24. 2ാം ലോക മഹായുദ്ധ സമയത്ത് ആയിരക്കണക്കിന് പോളിഷ് സന്യാസിമാരും പുരോഹിതന്മാരുമാണ് ജൂതർക്ക് അഭയം നൽകി സംരക്ഷിച്ചത്. വധശിക്ഷ നേരിടേണ്ടി വന്നിട്ടും 2ാം ലോക മഹായുദ്ധ സമയത്ത് ആയിരക്കണക്കിന് പോളിഷ് സന്യാസിമാരും പുരോഹിതരും ആയിരക്കണക്കിന് ജൂത കുട്ടികൾക്കും മുതിർന്നവർക്കും അഭയം നൽകി. ജർമ്മൻ അധിനിവേശ പോളണ്ടിൽ ജൂതന്മാരെ ഒളിപ്പിച്ചതിൽ പിടിക്കപ്പെട്ട ആർക്കും നാസികളുടെ മരണഭീഷണി നേരിടേണ്ടി വന്നു. ജർമ്മൻ അധിനിവേശത്തിൽ നിന്ന് ജൂതന്മാരെ രക്ഷിച്ച പോളണ്ടുകാരുടെ ദേശീയ ഓർമ്മ ദിനമാണ് മാർച്ച് 24. 1944 മാർക്കോവയിൽ ജൂതർക്ക് അഭയം നൽകിയതിന് ജർമ്മൻ അധിനിവേശക്കാരാൽ കൊലപ്പെടുത്തപ്പെട്ട ഉൽമ കുടുംബത്തിലെ 9 പേരെയും അവർ ഒളിപ്പിച്ച ജൂതന്മാരെയും കൊലപ്പെടുത്തി. ജൂതർക്ക് സഹായ വാഗ്ദാനം നൽകിയെന്നതിന്റെ പേരിൽ മരണം വരിക്കേണ്ടി വന്ന ഉൽമ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായാണ് പോളണ്ടുകാരുടെ ദേശീയ ഓർമ്മ ദിനമായി ആചരിക്കുന്നത്. ഈ അനുസ്മരണ ദിനത്തിന് വിശാലമായ അർത്ഥമുണ്ട്. ജൂതവിരുദ്ധ ഭീകരതയിൽ നിസ്സഹായരായ മനുഷ്യരെ ചേർത്തുപിടിക്കാൻ ജീവൻ പണയപ്പെടുത്തിയും അമാനുഷികരല്ലാത്ത സന്യസ്തരും സാധാരണ മനുഷ്യരും നടത്തിയ തിരഞ്ഞെടുപ്പുകൾക്ക് രാജ്യം നൽകുന്ന ആദരമാണ് ഈ ദിനം. നിരന്തരമായ വധഭീഷണിയുണ്ടായിരുന്നിട്ടും സന്യസ്തർ കോൺവെന്റ് ജീവിതം യഹൂദ ജനതയ്ക്ക് അഭയസ്ഥാനം നൽകാൻ ഉപയോഗിച്ചു. അനാഥാലയങ്ങൾ, ബോർഡിംഗ് സ്കൂളുകൾ, കെയർ ഹോമുകൾ എന്നിവ രഹസ്യ അഭയ കേന്ദ്രങ്ങളായി മാറി. വാർസോയിലെ നസറത്തിലെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് സെർനിയാക്കോവ് സ്ട്രീറ്റിലെ അവരുടെ വീട്ടിൽ ജൂത പെൺകുട്ടികളെ ഒളിപ്പിക്കുകയും അവർക്ക് രഹസ്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ജൂതരെ രക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സിസ്റ്റർ യൂട്ടാലിയ ജാഡ്വിഗയുടെ മരണശേഷം അവരെ രാഷ്ട്രങ്ങൾക്കിടയിലെ നീതിമാന്മാരെന്ന നിലയിൽ ആദരിക്കുകയും 2024 കോൺവെന്റ് കെട്ടിടത്തിൽ ഒരു സ്മാരക ഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. വിവിധ സഭകളിൽ നിന്നുള്ള 2000-ലധികം സന്യാസിമാർ ജൂതന്മാരെ സഹായിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധാനന്തരം അവരുടെ ചിതറിപ്പോയ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ പ്രയാസമായിരുന്നു. എങ്കിലും ഇന്നും പോളണ്ട് ജനത ജൂതർക്ക് അഭയം നൽകിയവരെ അനുസ്മരിച്ചു പോരുന്നു. ഷിക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.